അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾക്ക് ഉണ്ടാകേണ്ട 5 വേജാറുകൾ മഹാന്മാർ നമ്മെ വിവരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം എന്തിനെല്ലാം വേജാറ് കാണിക്കുന്നു, എന്തെല്ലാം വിഷയങ്ങൾ നാം വിഷമിക്കുന്നു, ദുനിയാവ് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, അങ്ങനെ എന്തെല്ലാം വിഷയത്തിൽ നമുക്കെന്നും ടെൻഷനാണ്, എന്നും വേജാറാണ്. ഇങ്ങനൊരു ജീവിതമാണ്. പക്ഷേ ആവശ്യമുണ്ടോ ആ വേജാറ്? ആവശ്യമില്ലേ? അതൊന്നും നമുക്കറിയില്ല. പക്ഷെ നമുക്ക് നിർബന്ധമായി നമുക്ക് വേണ്ട ഒരു 5 വേജാറ് എന്നും ആ വിഷയത്തിൽ നമുക്ക് വിഷമമുണ്ടാകണം എന്നതിനെക്കുറിച്ച് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. അത് വളരെ അത്യാവശ്യമാണ്. ഈ വേജാറ് വളരെ അത്യാവശ്യമാണ്. ഒരു മുഅ്മിനിക്ക് വേജാറ് നിർബന്ധമായിട്ട് ഉണ്ടാകേണ്ടതാണ്. അതിൽ ഒന്നാമത്തത് പറയുന്നത് ഗംദുനൂബിൽ മാവിയത്ത് ലിഅന്നഹു ഖദ് അദ്നബ ദുനൂബൻ ലം യതബയ്യൻ ലഹുൽ അഫ്വ. അതായത് നമ്മൾ ചെയ്തു കൂട്ടിയതായ പാപങ്ങളെക്കുറിച്ച് നമുക്കെന്നും വേജാറുണ്ടാകണം. അതെത്ര ചെറുതാണെങ്കിലും, ഒരു ചെറിയൊരു ഖറാഅത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെക്കുറിച്ചുള്ള വേജാറൊന്നും ഉണ്ടാകണം. കാരണം ഇതിനെക്കുറിച്ച് റബ്ബ് ചോദിച്ചാൽ, അതെത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് ചെയ്തതാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് റബ്ബ് പൊരുത്തപ്പെട്ടിട്ടുണ്ടോ, അള്ളാഹു മാഫ് നൽകിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അതിനെക്കുറിച്ചുള്ളൊരു വിവരം നമുക്കില്ല. റബ്ബ് അതിനെക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്തു പറയും, എന്ത് മറുപടി പറയും എന്നുള്ള ഭയം നമുക്ക് എല്ലാ സമയത്തും, ആ വേജാറ് നമുക്കെന്നും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നമ്മളൊരിക്കലും അതിനെ ഓർക്കുന്നില്ല. ഒരിക്കലും എത്രയോ കൊല്ലങ്ങൾക്ക് പോകട്ടെ, ഇന്നലെ ചെയ്ത ദോഷത്തിന് പോലും ഇന്ന് നമുക്കും അത് ഓർമ്മ തന്നെ ഇല്ല. അങ്ങനത്തെ ഒരു വേജാറ് തന്നെ നമുക്കില്ല. അതൊക്കെ റബ്ബ് വേണമെങ്കിൽ പൊരുത്തപ്പെട്ടോളും എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് വല്ലാത്തൊരു ദുഃഖകരമായ വിഷയമാണ്. നാം ചെയ്ത എല്ലാ പാപങ്ങളും നാം ഓർത്തുകൊണ്ടിരിക്കണം. അതിനെക്കുറിച്ച് നമുക്ക് വേജാറുണ്ടാകും. രണ്ടാമതായി നാം വേജാറാകേണ്ട വിഷയം അന്നഹു ഖദ് അമിലൽ ഹസനാത്തി വലം യതബയ്യൻ ലഹുൽ ഖബൂല. അതായത് നാം ധാരാളം നന്മകൾ ചെയ്തിട്ടുണ്ട്. നാം നിസ്കരിക്കുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, അങ്ങനെ ധാരാളം നന്മകൾ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നമുക്കെന്നും വേജാറുണ്ടാകണം. കാരണം ഇത് റബ്ബ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഇത് റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ? നാം ഒരു നിസ്കരിച്ചതുകൊണ്ട് റബ്ബ് സ്വീകരിക്കണമെന്നില്ല. അതെത്ര ഉഷാറായിട്ട് നാം നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും റബ്ബിന് അത് സ്വീകരിക്കാൻ ഒരു നിർബന്ധവുമില്ല, അവനൊരു ആവശ്യവുമില്ല. നിന്റെ ഒരു സുജൂദ് കൊണ്ട് അവനൊന്നും കെട്ടാൻ പോകുന്നില്ല. അപ്പൊ നാം ചെയ്ത അമലുകളൊക്കെയും ഉപകാരപ്പെടണമെങ്കിൽ റബ്ബ് നമ്മെ ഇഷ്ടപ്പെടണം, അതൊക്കെയും റബ്ബ് സ്വീകരിക്കണം. അപ്പൊ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ഭയം നമുക്കെന്നും, ആ ബേജാറ് എന്നും നമുക്കുണ്ടാകണം. അല്ലാതെ ഒരു അമലിങ്ങനെ ചെയ്ത് ഉണ്ടാതിരിക്കുകയില്ല. അതിനെക്കുറിച്ചൊന്നും ഓർക്കണം. റബ്ബേ, ഞാൻ ഇങ്ങനെ അമലുകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെയും എൻ്റെ മക്കളൊന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഏതെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെയും പൊരുത്തപ്പെടണേ അല്ലാഹ് എന്നുള്ള ചിന്ത, ആ വേജാറ് എന്നും നമുക്ക് ഉണ്ടാകേണ്ടതാണ്. മൂന്നാമതായി നമുക്കുണ്ടാകേണ്ട വേജാറ് ഖദ് അലിമ ഹയാത്തുഹു ഫീമാ മളാ കൈഫ മളാ. എത്രയോ ആയുസ് ഇതുവരെ തീരുന്നത്, അതിനെക്കുറിച്ചുള്ളൊരു വിവരം, അതിനെക്കുറിച്ചുള്ളൊരു വേജാറ് നമുക്ക് എന്നും ഉണ്ടാകണം. എത്രയോ അള്ളാഹു എനിക്ക് നിയമത്ത് ചെയ്തു, ഇതുവരെ അവൻ്റെ ദുനിയാവിൽ എനിക്ക് അനുഭവിക്കാൻ അവൻ തൗഫീക്ക് നൽകി. പക്ഷേ അവന് വേണ്ടതുപോലെ ഞാൻ ജീവിച്ചിട്ടുണ്ടോ, അവൻ ഇഷ്ടപ്പെട്ടതുപോലെ ഞാൻ ജീവിച്ചിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊരു വിവരം എന്നുള്ളൊരു വേജാർ നമ്മുടെ ഖൽബിൽ എന്നും ഉണ്ടാകേണ്ടത്. നാലാമതായി നമുക്കുണ്ടാകേണ്ട വേജാറ് അന്നലില്ലാഹി തആല ദാരൈനി വലാ യദ്രി ഇലാ അയ്യി ദാരിൻ യസിറു. അല്ലാഹു ശാശ്വതമായി അവൻ്റെ അടിമകൾക്ക് വേണ്ടി തീരുമാനിച്ചിട്ടുള്ള 2 വീടാണ്, 2 ലോകമാണ്. ഒന്ന് നരകമെന്നുള്ളത്, ഒന്ന് സ്വർഗമെന്നുള്ളത്. ഒരാൾ സ്വർഗത്തിൽ കടന്നാൽ പിന്നെ അവൻ അവിടെ ശാശ്വതമാണ്, അതൊന്നും പോകേണ്ട ഒരു അവസരം ഉണ്ടാവില്ല. അതേപോലെ നരകത്തിലേക്ക് ഒരാൾ കടന്നാൽ പിന്നെ അവൻ അവിടെ ശാശ്വതമാണ്. അപ്പൊ ഒരു മനുഷ്യനിക്ക് അവന്റെ അടിമകൾക്ക് അവൻ തീരുമാനിച്ചിട്ടുള്ള 2 ശാശ്വതമായ 2 വീടുകളിൽ ഞാൻ എവിടെയാണ് കടക്കുക, ഞാൻ അല്ലാഹു എവിടെയാണ്
ഇടുക എന്നതിനെ കുറിച്ച് ഒരു വിവരം ഒരു മനുഷ്യർക്ക് പോലും ഇല്ലല്ലോ. അതിനെക്കുറിച്ച് നമുക്കെന്നും ബേജാറുണ്ടാകേണ്ടതാണ്. അള്ളാഹു എങ്ങാനും നരകത്തിലിട്ട് നമ്മെ ശിക്ഷിക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും ആ അവസ്ഥ? അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഈ ബേജാറ് നമുക്കെന്നും ഉണ്ടാകേണ്ടതാണ്. അഞ്ചാമതായി നമുക്കുണ്ടാകേണ്ട ബേജാറ് ലാ യദ്രി അന്നല്ലാഹ തആല റാദിൻ അൻഹു അം സാഖിതുൻ അലൈഹി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി നാം ഇബാദത്ത് ചെയ്യുന്നുണ്ട്, അമലുകൾ ചെയ്യുന്നുണ്ട്, നമ്മളാവുന്ന രീതിയിലൊക്കെ നാം അവനെ വഴിപ്പെടുന്നുണ്ടെങ്കിലും റബ്ബ് എന്നെ തൊട്ട് അള്ളാഹു തൃപ്തിയാണോ, എന്നെ തൊട്ട് അള്ളാഹു ദേഷ്യപ്പെട്ടിട്ടാണോ, എന്നെക്കുറിച്ച് റബ്ബിന് ഇഷ്ടമാണോ എന്നതിനെ കുറിച്ചുള്ള ബേജാറ് നമുക്കൊന്നും ഉണ്ടാകേണ്ട ഒരു ബേജാറാണെന്നും മഹാന്മാരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള ബേജാറുകളൊക്കെയും വലിച്ചെറിഞ്ഞ് അതൊന്നും ആവശ്യമില്ല. ദുനിയാവിനെ കുറിച്ച് ഒരു ബേജാറാക്കിയിട്ടും കാര്യമില്ല. റബ്ബിൻ്റെ തീരുമാനം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. നാം തീരുമാനിച്ചതൊന്നും നടക്കാൻ പോകുന്നില്ല. നമുക്കെന്നും ഉണ്ടാകേണ്ട ബേജാറ്, നമുക്ക് വിഷമിക്കേണ്ട കാര്യങ്ങൾ ഈ 5 കാര്യങ്ങളാണ് എന്ന് മഹാന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ 5 കാര്യങ്ങളെക്കുറിച്ച് നല്ലോണം ചിന്തിക്കാനും അതിനെക്കുറിച്ച് നല്ല നിലക്ക് ഓർത്തുകൊണ്ട് റബ്ബിനോട് ഖേദിച്ച് മടങ്ങാനും അതിനെക്കുറിച്ചുള്ള ആ വിഷമം വേദനയും നമ്മുടെ ഖൽബിൽ അള്ളാഹു നമുക്ക് ധാരാളം ഇട്ടുതരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.